ഹായ് ഓൾ. അപ്പം നമ്മുടെ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പ്രൈസ് ആക്ഷൻ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ പാർട്ട് 2ലേക്ക് സ്വാഗതം. ഈ പാർട്ട് 2 കാണുന്നവർ ആദ്യം പാർട്ട് 1 കണ്ടിട്ട് മാത്രമേ പാർട്ട് 2 കാണൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകത്തില്ല. കാരണം പാർട്ട് 1ൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 കാണാതെ പാർട്ട് 2 കണ്ടിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷനായി പറയുന്നത്. അവിടെ നമ്മൾ കാണിച്ച ഡ്രോയിങ്സിൻ്റെ റിയാലിറ്റിയാണ് നമ്മൾ ചാർട്ടിനകത്തിൽ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിപ്പോയി, അത്രയൊന്നും സഹിക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് കാണത്തില്ല. അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ചുകൂടെ ലെങ്ത് കുറച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇല്ലേ? എം പാറ്റേൺ, ഡബ്ല്യു പാറ്റേൺ, പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. അങ്ങനെ 4 ഐറ്റമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്തിൽ നമ്മൾ പഠിച്ചത് ഇല്ലേ? അപ്പോൾ ആ 4 വീഡിയോയുടെ അതിന് മുന്നുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞു, റിജക്ഷൻ്റെ, അത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ചാർട്ടിനകത്ത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഈ എം പാറ്റേൺ, ഡബ്ല്യു പാറ്റേൺ എങ്ങനെ ഫോം ആവുന്നു, അതുപോലെ ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എങ്ങനെ ഫോം ആവുന്നു എന്ന് ജസ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അത് എങ്ങനെ ചാർട്ടിൽ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് പടത്തിലെ പശു പുല്ല് തിന്നത്തില്ലെന്ന്. നമ്മൾ ഈ പടത്തിൽ കാണിക്കുന്ന പോലുള്ള എക്സാക്റ്റ് സംഭവങ്ങൾ ചാർട്ടിനകത്ത് കാണത്തില്ല. പക്ഷെങ്കിൽ നമുക്കത് കുറച്ച് നാളത്തെ പരിചയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. ആ ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൻ്റെ സ്റ്റൈല് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ പാറ്റേൺസ് ഒക്കെ കുറേ പ്രീവിയസ് ബാക്കപ്പ് എടുത്തിട്ട് പ്രീവിയസ് ചാർട്ടിനകത്ത് നമ്മൾ ഈ ഫോർമേഷൻ ഉണ്ടോ നോക്കണം, അതിൻ്റെ സ്റ്റൈൽ എങ്ങനെ പോകുന്നു, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു നിങ്ങൾ കുറേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ ചാർട്ടുമായിട്ട് പരിചയിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് നോക്കേണ്ടതെന്നും അതെങ്ങനെയാണ് അതിൻ്റെ സ്റ്റൈൽ വീഴുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് പരിചയം ആവശ്യമാണ്, ശരിക്കും പ്രാക്ടീസ് ആവശ്യമാണ്. ആ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് ആ ഫോർമേഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ കോടതികളിലൊക്കെ വലിയ കുറ്റപത്രങ്ങൾ സമർപ്പിക്കുമല്ലോ. 1000 നമ്മൾ കേട്ടിട്ടില്ലേ, 1000 പേജിലെ കുറ്റപത്രം, 2000 പേജിലെ കുറ്റപത്രം എന്നൊക്കെ. അപ്പൊ ഈ കുറ്റപത്രം എല്ലാം ജഡ്ജി വായിച്ചിട്ട് വേണ്ടേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഈ 2000 പേരും ജഡ്ജി കുത്തിയിരുന്ന് വായിക്കുമോ? ഇല്ല. ഇത് ഞാൻ എൻ്റെ ഒരു അഡ്വക്കേറ്റ് സുഹൃത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അപ്പൊ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഓരോ പേജുകളും അവർ മറിക്കും. അവർ ഈ സ്ഥിരം ഇത് തന്നെ പണിയായതുകൊണ്ട് ഓരോ പേജുകളും മറിക്കുമ്പോൾ അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അവരിങ്ങനെ കണ്ണോടിക്കത്തേ ഉള്ളൂ. അതിന് വായിക്കാന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് അവരെ കണ്ണിനകത്തിൽ ഉടക്കും. മനസ്സിലായി? പ്രധാനപ്പെട്ട പോയിന്റ്സ് അവരെ കണ്ണിൽ ഉടക്കും, അവരത് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഇവർ ഈ 1000-2000 പേജും കംപ്ലീറ്റ് ആയത്. അല്ല ഇത് മൊത്തം കുത്തിയിരുന്ന് വായിച്ചില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ പ്രീവിയസ് ചാർട്ടിങ്ങിന് അതിൽ കൂടി ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമേഷൻസ് ഒക്കെ നിങ്ങളുടെ കണ്ണിൽ ഉടക്കും. മനസ്സിലായി? നിങ്ങളുടെ കണ്ണ് തന്നെ തപ്പിപ്പിടിക്കുന്ന സാധനം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ചാർട്ടുമായിട്ട് പരിചയിക്കണം. നമ്മൾ കീപ്പ് ഓൺ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ചാർട്ടിനകത്ത്. അതിൻ്റെ ഫോർമേഷൻസ്, അതെങ്ങനെ അത് രൂപപ്പെടുന്നു, അത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, അങ്ങനെ റെപ്യൂട്ടേഷൻ ഉണ്ടാകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ചാർട്ടുമായിട്ട് പരിചയിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഞാനിത് ഈ ജഡ്ജിയുടെ കാര്യം എക്സാമ്പിൾ പറയുകയാണ്, ആരും ഇനി എന്നെ പൊങ്കാലി എടുത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ചാർട്ടിനകത്തിൽ വരയ്ക്കുമ്പോൾ പടത്തിനകത്ത് കാണുമ്പോൾ കറക്റ്റ് ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലെ എം പാറ്റേൺ എന്നൊക്കെ കറക്റ്റ് ട്രയാങ്കുലർ പോലെ തന്നെ വളരെ ഷാർപ്പായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും നിങ്ങൾ ചാർട്ടിനകത്ത് കാണത്തില്ല. ആ ഫോർമേഷൻ, അതാണ് അതിന്റെ കറക്റ്റ് വേർഡ്. ആ ഫോർമേഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾ ശരിക്കും അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടണം. മനസ്സിലായില്ല? ആ ഒരു സ്റ്റൈല് വരണം. അല്ല എക്സാക്ട് അതുപോലെ തന്നെ കോർണറും അതുപോലെ തന്നെ അതിന്റെ മൊനയും പോയിന്റും ഒക്കെ വരണമെന്ന് അങ്ങനൊന്നും ശടിക്കല്ലേ. അത് നടക്കുന്ന കാര്യമേ അല്ല. അങ്ങനെ നിങ്ങൾക്ക് കാണാനും പറ്റത്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഫോർമേഷൻ, അതിന്റെ സ്റ്റൈൽ എങ്ങനെയാണ്. നമ്മൾ പഠിച്ച ഈ എം പാറ്റേൺ ആയാലും എൻ പാറ്റേൺ ആയാലും ഈ ഹെഡ് ആൻഡ് ഷോൾഡർ ആയാലും ആ ഒരു സ്റ്റൈലിലേക്ക് വരുന്നുള്ളത് മാത്രം നോക്കി നമുക്ക് ട്രേഡ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സാണ്, നമ്മളല്ലാതെ ലോങ് ടേം ട്രേഡേഴ്സ് അല്ല. അപ്പം നമ്മുടെ അവസ്ഥ എന്താ? നമ്മളൊരു മാക്സിമം 1 മണിക്കൂർ മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, ഇതിനകത്തിൽ ട്രേഡ് ചെയ്തുള്ളൂ. ആ ഒരു ട്രേഡിന്റെ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്
മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലപ്പം അരമണിക്കൂർ, 1 മണിക്കൂർ, അല്ലെങ്കിൽ 1.5 മണിക്കൂർ. ആ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ 10-30 പോയിന്റ് പ്രോഫിറ്റ് എടുത്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങും. പിന്നെ അടുത്ത അവസരത്തിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കും. നമ്മളത് ചെയ്യുന്നില്ലേ? അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ആ ഫോർമേഷൻ നമ്മൾ മനസ്സിലാക്കാന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു നമ്മൾ ഇന്നലെ പഠിച്ചത് ഓർത്ത് വെച്ചേക്കണം. ഇപ്പൊ ഇത് നോക്കിക്കേ, ഇത് ഒരു ഫോർമേഷനാണ്. ഓക്കെ, നമ്മൾ എക്സാക്ട്ലി പറയുവാണെങ്കിൽ മേളിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഒരു മാർക്കറ്റ് അല്ലേ, താഴെ നിന്ന് മേളിൽ വീഴുന്ന ഒരു മാർക്കറ്റ്, ഇവിടുന്ന് നേരെ മുകളിലോട്ട് കയറി ഇവിടെ ഒരു നമ്മൾ മുമ്പേ പറഞ്ഞ എൻ ഫോർമേഷൻ വന്നു അല്ലേ. എൻ ഫോർമേഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇവിടെ നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കും അല്ലേ. ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട്, ഇതിപ്പോ ഇത് ബ്രേക്ക് ചെയ്തില്ല, ബ്രേക്ക് ചെയ്തെങ്കിൽ നമ്മൾ ഇവിടെ അങ്ങോട്ട് സി എടുക്കും അല്ലേ. ഇത് ബ്രേക്ക് ചെയ്യുന്നില്ല, ഇവിടെ തട്ടി ഈ പോയിന്റ് തന്നെ കറക്റ്റ് തട്ടി നേരെ തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയി. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയി ഇല്ലേ. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒരു ട്രേഡ് എടുക്കും, പി എടുക്കും, നമുക്ക് ഇത്രയും പോയിന്റ് കിട്ടും ഇല്ലേ. നമ്മുടെ ടാർഗറ്റ് ഇവിടെയാണ്. എക്സാക്ട് നോക്കിക്കേ, നിങ്ങൾ എക്സാക്ട് നോക്കിക്കേ, ഈ പോയിന്റ് തന്നെ വന്നിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, ശരിയല്ലേ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ നമ്മളെ ക്യാപ്ചർ ചെയ്ത്, ഇപ്പൊ ചെറിയ ക്യാൻഡിൽ ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാണുന്നത്, വലുതാക്കി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. നമുക്ക് ഇങ്ങനെ എൻ ഫോമായി കഴിഞ്ഞതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്തില്ല, നേരെ അവിടെ റെസൻസ് എടുത്ത് നേരെ തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ ക്യാൻഡില് ബ്രേക്ക് ചെയ്തില്ലല്ലോ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു പി എടുക്കും, നമുക്ക് ഇത്രയും ടാർഗറ്റ് കിട്ടും. 1 2 3 4 ക്യാൻഡില് നമുക്ക് ഈ ടാർഗറ്റ് ഇവിടെ വരെ നമുക്ക് കിട്ടാൻ പറ്റും. നമ്മുടെ ടാർഗറ്റ് എവിടെയാണ്, ഇതാണ്. പിന്നെ അടുത്ത സംഭവം എന്തുവാ, ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവാണെങ്കിലുള്ളൂ പിന്നെ നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി ഇല്ലേ. ഇതൊക്കെ ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷൻ ആണ്, മനസ്സിലായോ. ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷനിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, തീരുമാനം എടുക്കണം. വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ കോളിന് വേണ്ടി, എന്റെ ഐഡിയക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ട്രേഡ് നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുക. ഓക്കെ, ഇൻഡിപെൻഡൻസി. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും എത്ര കാലം നമ്മൾ ഒരാളെ ആശ്രയിക്കും ഇല്ലേ, 1 മാസം അല്ലെ 6 മാസം നമ്മൾ ഒരാളെ ആശ്രയിച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ സ്വയമേ പഠിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസി കുറയ്ക്കണം. ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റത്തില്ല. ഇനി ആരൊക്കെ എത്ര വലിയ കെടികെട്ടിയവൻ ക്ലാസ് എടുത്ത്, ഞാൻ പി ആർ സുന്ദറിന്റെ വലിയൊരു ഫാനാണ്, എന്നും പുള്ളിയുടെ പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും കേൾക്കുന്ന ആളാണ്. പക്ഷെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ അവരുടെ നിന്ന് സ്വാംശീകരിക്കണം. ഓക്കെ, അത് നമ്മൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് അത് ചെയ്ത് പഠിക്കണം. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ 100 കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ അത് 2-3 കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ബാക്കിയൊക്കെ വിട്ടേടെ, നമ്മൾ അതിനെ വിമർശിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് അതിനകത്ത് നിന്ന് എന്ത് ഉപകാരം ഉണ്ടാകുന്നു, ആ ഉപകാരപ്പെടുന്ന സാധനം നമ്മൾ ആ പോയിന്റ് കണ്ടന്റ് എടുക്കുക, എന്നിട്ട് നമ്മളത് പ്രവർത്തിയാക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വയം ഡിപ്പെൻഡൻസി കുറയ്ക്കുക, സ്വയമായിട്ട് നിങ്ങൾ ചെയ്യുക, ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വയമായിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിക്കുക. അതിനുള്ള പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. അതിനുവേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം എനിക്കിതൊന്നും ആരും പറഞ്ഞുതരാൻ ഒരു മനുഷ്യനില്ലായിരുന്നു. പലയിടത്തും ക്ലാസ്സിന് പോയിട്ടൊന്നും നമുക്ക് മനസ്സിലായില്ല. അവസാനം നമ്മൾ തന്നെ ചാട്ടിനകത്തിൽ കുത്തിയിരുന്ന് ഇത് പഠിച്ചതാണ്. പഠിച്ച് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് വന്നു, നമുക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റും, അല്ല ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുത്തെ ഫോർമേഷൻ മനസ്സിലായല്ലോ. ഈ ഒരു എം ഫോർമേഷൻ ആദ്യം എൻ വന്നു, ഇവിടെ ക്രോസ് ചെയ്തില്ല, അപ്പൊ നമുക്കൊരു ട്രേഡ് എടുത്തു, നമുക്ക് ഇത്രയും പോയിന്റ് കിട്ടി ഇല്ലേ. ഇനി ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? നമുക്കിനി ഒന്ന് പുറകോട്ട് പോയി നോക്കാം. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി, താഴെ നിന്ന് കയറി വരുന്നൊരു മാർക്കറ്റ് അല്ലേ, ഡിലീറ്റ് ചെയ്ത് പറഞ്ഞാൽ താഴെ നിന്ന് കയറി വരുന്നൊരു മാർക്കറ്റ് കുറെ കയറി വന്നു, ഇവിടെ ഒന്ന് ഇതായി, നേരെ ഒരു എം ഫോർമേഷൻ വരച്ചത്. ഇവിടെ നോക്കിക്കേ, ഒരു എം ഫോർമേഷൻ ഇവിടെ വന്നു നേരെ തിരിച്ച് താഴോട്ട് വന്നപ്പോൾ ഇവിടെ എക്സാക്ട് നോക്കിക്കേ, ഇവിടെ എന്ത് ചെയ്തില്ല, ഇവിടെ ഈ സപ്പോർട്ട് എടുത്തിട്ട് നേരെ മാർക്കറ്റ് നേരെ അടിവെള്ളമായിട്ട് തിരിച്ചു കയറി. മനസ്സിലായി? അപ്പൊ നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണ്, മാർക്കറ്റ് നമുക്കിവിടെ എം പാറ്റേൺ ഫോം ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ വന്നു, ഇങ്ങനെ ഇവിടെ വരെ വന്നു ഇല്ലേ,
ഇത് ഇത് ക്രോസ് ചെയ്തെങ്കിൽ എന്ത് ചെയ്തില്ല, സസ്റ്റെയിൻ അവിടെ ക്ലോസിങ് കിട്ടിയില്ല അതിന്റെ മുകളില്. ശരിയല്ലേ? ഇതിന്റെ മുകളിൽ നമുക്ക് ശരിക്കും ക്ലോസിങ് കിട്ടിയില്ല, ഇല്ലേ? ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയില്ല. മാർക്കറ്റ് ഇവിടുന്ന് റിജക്ഷൻ എടുത്ത് നേരെ താഴോട്ട് പോയി. ഇവിടുന്ന് വേണം നമുക്ക് ട്രേഡ് എടുക്കാം. പിന്നെ അടുത്ത ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇവിടെയാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഇതൊരു സപ്പോർട്ടാണ്, ഇല്ലേ? ഈ സപ്പോർട്ട് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് പിന്നെ നല്ലൊരു ബുള്ളിഷ് മൊമെന്റിലോട്ടാണ് പോയി. ഇവിടുന്ന് ഇത്രയും പോയി. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. ഈ ട്രേഡ് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഒന്നും കിട്ടണമെന്നില്ല, വൺസ് ഇൻ എ വൈൽ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെന്നുണ്ടെങ്കിൽ വെടിക്കെട്ട് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നോക്കിക്കേ, 1 2 3 4 5 ക്യാൻഡിൽ, 6 ക്യാൻഡിൽ, ഈ 7 ഇത് മൂടി വരെ പോയിട്ടാണ് തിരിച്ചു വന്നത്. ഇത്രയും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. പക്ഷെ ഇത് എന്നൊന്നും അവസരം കിട്ടത്തില്ല. പക്ഷെ ചില അവസരങ്ങൾ വരും നമുക്ക്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മുടെ നഷ്ടം സ്റ്റോപ്പ് ലോസ് കൊണ്ട് നമ്മൾ മാനേജ് ചെയ്യണം, ഇല്ലേ? 10 പോയിന്റ് അല്ലെങ്കിൽ 15 പോയിന്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് മാനേജ് ചെയ്യണം, ഇല്ലേ? പക്ഷെ നമുക്കൊരു ടാർഗറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിലോ, ഇത് ഏകദേശം എന്റെ കണക്കും പ്രകാരം ആണെങ്കിൽ ഒരു 70-80 പോയിന്റ് ഒക്കെ നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. 70-80 പോയിന്റ്. അപ്പൊ നമ്മൾ അത് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കണം. ഒരു SL 15 പോയിന്റ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള ഫോർമേഷൻ ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50-60-70 പോയിന്റ് നമുക്ക് കിട്ടും. അത് വല്ലപ്പോഴും കിട്ടും. ആഴ്ചയിൽ ഒന്ന് കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് 2, 5, 10, 15, 20 പോയിന്റ് കിട്ടിയാൽ മതി. പക്ഷെ വൺസ് ഇൻ എ വൈൽ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി നമ്മൾ അതിൽ ട്രേഡ് എടുത്ത് വിജയിക്കാൻ ശ്രമിക്കണം. മനസ്സിലായി പറഞ്ഞേ? ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇത്ര 10 പോയിന്റ് 15 പോയിന്റ് കൊണ്ട് നമുക്ക് ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ശരിയല്ലേ? ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പറയുന്നത്, അല്ലേ? ഈ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും ഹിറ്റായില്ല. ഓക്കെ, അപ്പോൾ 10 പോയിന്റ് 15 പോയിന്റ് ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഈ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് നല്ല ഒരു ക്യാപ്ചർ, നല്ലൊരു ഗെയിൻ ഇവിടെ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മനസ്സിലായി? ഇതെന്ന് ആദ്യമൊന്നും പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വിരോധാഭാസമായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ കുറെ നാൾ പരിചയിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇത് ആദ്യമൊക്കെ നടക്കുന്ന കാര്യങ്ങളെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ കുറെ നാൾ ചാർട്ടുമായിട്ട് പരിചയം. പക്ഷെ നമുക്കൊരു ഡെഡിക്കേഷൻ വേണം. നമ്മളിപ്പോൾ ഇതൊരു ബിസിനസ്സാണ്, ശരിയല്ലേ? ഇതൊരു ബിസിനസ്സാണ്. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു പച്ചക്കറി കട തുടങ്ങിയാലും, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പ് കട തുടങ്ങിയാലും, നമ്മളതിൽ ഹാർഡ്വെയർ ഷോപ്പ് തുടങ്ങിയാലും, എന്ത് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാലും അവിടെ ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ശരിയല്ലേ? അപ്പൊ നഷ്ടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കവർ ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കും, അല്ലെ? ആ നഷ്ടം ലിമിറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കും, അല്ലെ? ആ നഷ്ടത്തെ വേറൊരു ട്രേഡ് കൊണ്ടോ അല്ലെ വേറൊരു കച്ചവടം കൊണ്ട് നമ്മൾ അതിനകത്തിലെ തന്നെ വേറൊരു ഐറ്റം വിറ്റുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ആ ലോസിനെ കവർ ചെയ്യാൻ നോക്കും. അതാണ് ഇവിടെ സെയിം ബിസിനസ് തന്നെയാണ് ഇതൊരു ബിസിനസ്സാണ്. ഇൻകം ടാക്സിലും ഇത് കൺസിഡർ ചെയ്യുന്നത് ഇതൊരു ബിസിനസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ചിലപ്പോൾ മൺസിന്റെ മേൽ നഷ്ടം ഉണ്ടാവും, ഇല്ലേ? ആ നഷ്ടം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് ലിമിറ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെയുള്ള ക്യാപ്ചർ വരുമ്പോൾ നമുക്ക് പിടിക്കാന്നുള്ളത് മാത്രമാണ്. ശരിയല്ലേ? അതാണ് ഞാനിപ്പോൾ ഈ കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഉണ്ട് ഓപ്പർച്യൂണിറ്റി. ഞാൻ കാണിച്ചു തരാം. മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്ക്, ഇവിടെ ഒരു ഡബ്ല്യു ഫോർമേഷൻ. ഇത് നോക്കിക്കേ, മേളിൽ നിന്ന് വരുന്ന ഒരു മാർക്കറ്റ്, ഇല്ലേ? ഡിലീറ്റ് കളഞ്ഞിട്ട് വരച്ച് കാണിക്കും. മേളിൽ നിന്ന് വരുന്നൊരു മാർക്കറ്റ്, ഇല്ലേ? മുകളിൽ നിന്ന് കുറെ ഒരു ബുള്ളിഷ് മൊമെന്റം കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ റെസിസ്റ്റൻസ് എടുത്ത് നേരെ തിരിച്ചു വരുന്നൊരു മാർക്കറ്റ്, ഇല്ലേ? നേരെ തിരിച്ചു വന്ന മാർക്കറ്റ്. ഈ ചെറിയ ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കേട്ടോ. ഇതൊക്കെ ഒരൊറ്റ ഇതായിട്ട് കണക്കാക്കിയാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് കുറെ തന്നെത്താൻ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇവിടം വരെ വന്നു, മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി, ഇല്ലേ? ഇവിടുന്ന് നേരെ തിരിച്ചു കയറാൻ നോക്കിയപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ്. ഓക്കെ, ഇത് നോക്കിയേ, ഇവിടുന്ന് ഒരു റെഡ് ക്യാൻഡിൽ വന്നതിന് ശേഷം അതിന്റെ താഴെ ക്ലോസിംഗ് കിട്ടാതെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മളിവിടെ ഒരു ട്രേഡ് എടുക്കുന്നു. ശരിയല്ലേ? ഇവിടെ വന്നൊരു ട്രേഡ് എടുക്കുന്നു. എന്നിട്ട് ഈ മാർക്കറ്റ് ഇവിടുന്ന് നേരെ മേലോട്ട് പോയി, ഫോർമേഷൻ വന്നു. ഇതൊരു ഡബ്ല്യുവിന്റെ ഇതായിട്ട് വന്ന് കണക്ക് കൂട്ടിയാൽ മതി. ഓക്കെ, ചെറിയൊരു കൺസോളിഡേഷൻ ആണ്. മനസ്സിലായി? ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? നേരെ ഇങ്ങോട്ട് വരുന്നു, ഇല്ലേ? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല. ഇവിടെ നേരെ തിരിച്ചു പോകും. ഇതും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മളിപ്പോഴും ഇത് ഹോൾഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിയുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ട്രേഡ് അവസാനിപ്പിക്കാം. എന്നിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇത് വിട്ടേരെ, ഈ ട്രേഡ് വേണ്ട, ഇത് വേണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മനോധർമ്മമാണ്. മനസ്സിലായി? നമുക്കിതൊന്നും ആരും പറഞ്ഞ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമ്മുടെ അന്നേരത്തെ മനോധർമ്മം അനുസരിച്ചാണ് നമ്മൾ യുക്തി. ആ സമയത്ത് ആ യുക്തി കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചാൽ നടക്കത്തുള്ളൂ. വേറൊരാളെ കൊണ്ട് നമ്മൾ സഹായിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം
ആ യുക്തി ഇവിടെ ഉപയോഗിക്കുക. ഇവിടെ ഇപ്പോഴും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. ഇവിടെ നേരെ തിരിച്ച് ഈ ഫോർമേഷൻ ഉണ്ടോ, ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ലൈനിൽ വന്നിട്ട് ഇവിടെ എന്താ ടച്ച് നേരെ തിരിച്ചു പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ഫോർമേഷൻസ് നിങ്ങൾ നോക്കി കണ്ട് പഠിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി കൂടുതൽ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം ഒത്തിരി പോകും. നിങ്ങൾക്ക് ഈ എൻ്റെ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നോക്കിക്കേ, ഇതൊരു എം ഫോർമേഷൻ ആണ്. ഇതൊരു എം ഫോർമേഷൻ. ഇതൊരു എം ഫോർമേഷൻ. നോക്കിക്കേ എന്താ സംഭവിച്ചത്. ഇവിടുന്ന് മേളിൽ താഴെ വീണൊരു മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് നേരെ മേലോട്ട് പോയി. എന്നിട്ട് ഇവിടെ നേരെ തിരിച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൺഫർമേഷൻ നോക്കണം അല്ലേ? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ശരിയല്ലേ? ഇവിടെ നേരെ തിരിച്ചു വന്നു. ഈ സ്റ്റോപ്പ് ലോസിലൂടെ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. കാരണം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വീണ്, പിന്നെ അടുത്ത റെഡ് ക്യാൻഡിൽ വീണ്, ഇവിടെ ഒക്കെ വേണമല്ലേ? ഡബിൾ കൺഫർമേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം അല്ലേ? ഇവിടെ ഒക്കെ ട്രേഡ് എടുക്കാം. ട്രേഡ് എടുത്തിട്ട് നേരെ എന്ത് ചെയ്തു? ഹോൾഡ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്ന വരെ വെയിറ്റ് ചെയ്യുന്നു. നോക്കിക്കേ, സൂപ്പർ 2 ക്യാൻഡിൽ കിട്ടി. നേരെ വന്നു, നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ശരിയല്ലേ? നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നമുക്ക് ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണ്, ലോങ് ടേം ട്രേഡേഴ്സ് അല്ല. ലോങ് ടേം ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഭയങ്കര വലുതായിരിക്കും. നമുക്കതൊന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ വലിയ പ്ലെയേഴ്സ് ചെയ്യുന്ന കാര്യം. നമുക്ക് ഷോർട്ട് അതായത് നമുക്ക് 20 പോയിന്റ്, 30 പോയിന്റ്, അല്ല 50, അല്ല 100 പോയിന്റ് മാക്സിമം പിടിക്കാൻ പറ്റുക. അത്രയും പോലെ നമ്മുടെ മെയിൻ എയിം എന്തോ 20 പോയിന്റ് ആണ്, അല്ല 15 പോയിന്റ്, 20 പോയിന്റ്. നമുക്കത് മതി. അങ്ങനെ 2-3 ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ദിവസം നമ്മുടെ ക്യാപിറ്റലിന്റെ 15-25% നമുക്ക് കിട്ടും. ശരിയല്ലേ? അപ്പൊ നമ്മളിവിടെ എക്സിറ്റ് ആയി. എന്നിട്ട് അടുത്ത പ്രൈസ് ആക്ഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും തിരിച്ച് റിവേഴ്സ് പോകുന്നു. ശരിയല്ലേ? ഇവിടുന്ന് മേലെ മാർക്കറ്റ് റിവേഴ്സ് പോകുമ്പോൾ ഇവിടെ എത്തുന്നില്ല. മാർക്കറ്റ് ഇവിടെ എത്തുന്നതിന് മുന്നേ മാർക്കറ്റ് തിരിച്ച് നേരെ താഴോട്ട് പോയി. ഇത്രയും വരെ വന്നു. മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് പോയെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രേഡ് എടുക്കും. ഇല്ല, നിങ്ങളിപ്പോൾ എം പാറ്റേൺ ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇല്ലേ? ഇവിടം വരെ മാർക്കറ്റ് വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കത്തുള്ളൂ. അതൊക്കെ തുടക്കമാകുമ്പോൾ അങ്ങനെയൊക്കെ മതി. നമുക്ക് ആ ഒരു ട്രേഡിന്റെ ആവശ്യമുള്ളൂ. ഇല്ല, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വന്നു തട്ടി ഇവിടം വരെ വന്ന് റെസിസ്റ്റൻസ് എടുത്തു. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫോർമേഷൻ എന്തുവാ? ഒരു സൂപ്പർ റെഡ് ക്യാൻഡിലാണ് വേണ്ടിയിരിക്കുന്നത്. ഫുൾ ബോഡി റെഡ് ക്യാൻഡിലാണ് വേണ്ടിയിരിക്കുന്നത്. ഇല്ലേ? ആ ഫുൾ ബോഡി റെഡ് ക്യാൻഡിൽ വീഴുമ്പം അതിന്റെ മുകളിലത്തെ ഏറ്റവും വലിയ വിൽക്കുന്നത് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കൂടെ നമുക്ക് ട്രേഡ് എടുക്കും. അങ്ങനെ ട്രേഡ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇത്രയും നല്ല ഹ്യൂജ് 100 പോയിന്റ്സ് നമുക്ക് കിട്ടും. 100 പോയിന്റ്സിന്റെ ഒരു ക്യാപ്ചർ നമുക്കിവിടെ കിട്ടി. പക്ഷെങ്കിൽ ഈ ട്രേഡ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം പറ്റത്തില്ല. ഇത് നിങ്ങൾ അത്യാവശ്യം ഇതിനകത്തിൽ എക്സ്പീരിയൻസ് ആവണം. പ്രൈസ് ആക്ഷൻ പഠിച്ച്, ഫോർമേഷൻസ് പഠിച്ച് എക്സ്പീരിയൻസ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ സ്വന്തമായിട്ട് ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആരുടെ ആശ്രയമില്ലാതെ നിങ്ങൾ തന്നെത്താനെ ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ശരിയല്ലേ പറഞ്ഞത്? ഇവിടെ നോക്കി, ഇവിടെ ഒരു ക്യാൻഡിൽ, ഒരു റെഡ് ക്യാൻഡിലിന്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. മനസ്സിലായി? നമ്മൾ എപ്പോഴും എന്തോ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകുന്നത് എങ്ങനെയാണ്? നമ്മൾ വീണ ആ റെഡ് ക്യാൻഡിലിന്റെ മുകളിൽ ഗ്രീൻ ക്യാൻഡിൽ, അല്ലെ ഗ്രീൻ ക്യാൻഡിലിന്റെ താഴെ റെഡ് ക്യാൻഡിൽ ഫോം ആകുമ്പോഴാണ് നമ്മളൊരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകുന്നത്. ശരിയല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടോ? ഇതൊരു ഗുഡ് ക്യാപ്ചർ ആണ്. മനസ്സിലായി? ഈ ഒരാഴ്ച ഈ ഒരു ട്രേഡ് മാത്രം കിട്ടിയ പിന്നെ നിങ്ങൾ ആ ഒരാഴ്ച ട്രേഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും പോയിന്റ്, ഒരു 100 പോയിന്റുകൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കാണും. മനസ്സിലായി? ഇത് 12 മണിക്ക് തുടങ്ങിയ 12 മണിയാണ് സമയം കണ്ടോ? 12 മണി മുതൽ 2 മണി വരെ കണ്ടോ? ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ആ ഒരു ദിവസം, ആ ഒരാഴ്ച വീണ്ടും വേറെ ട്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് ഒന്നുമില്ലാണെങ്കിൽ ഈ ഒറ്റ ട്രേഡ് കൊണ്ട് നിങ്ങളുടെ ലോസ് മുഴുവൻ റിക്കവർ ആവും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ ചാർട്ടിനകത്ത് കണ്ടുപിടിക്കണം. അതിനാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഫോർമേഷൻസ്, അപ്പം നിങ്ങൾ എന്നും പഠിച്ചു, ഡബ്ല്യൂയും പഠിച്ചു ഇല്ലേ? ഇനി ഹെഡ് ആൻഡ് ഷോൾഡർ ആണ് ബാക്കി. ഹെഡ് ആൻഡ് ഷോൾഡർ അതിനകത്ത് കുറെ നോക്കി, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഫോർമേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഹെഡ് ആൻഡ് ഷോൾഡർ വരച്ചിട്ടിട്ടുണ്ട്. ഇതൊരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. നോക്കിയേ, ഞാൻ മുമ്പേ പറഞ്ഞു ഈ ഫോർമേഷൻ ഒക്കെ ഒരു എക്സാക്ട് അതുപോലെ പടത്തിൽ കാണുന്ന പോലെ വരത്തില്ല. പടത്തിലെ പശു ബുദ്ധി ഇന്നത്തിൽ പറഞ്ഞാൽ അതുപോലെ കാണത്തില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ ഫോർമേഷൻസ് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമുക്കൊരു ഐഡിയ കിട്ടിയാൽ മതി അത് അങ്ങനെ വരുന്നുണ്ടെന്നുള്ള കാര്യം. ഇതിപ്പോ നോക്കിയ ഒരു ഇൻവേർട്ടറിന്റെ ഷേപ്പ് ആയത് നോക്ക്. അതായത് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നു,
അല്ലേ? വന്നു നേരെ താഴെ വന്നു, നേരെ എക്സാക്റ്റ് ഇവിടെ തന്നെ വന്ന് റെസിസ്റ്റൻസ് ഫീൽ ചെയ്തു. പിന്നെ ഇത് വന്നിട്ട് ഇതിങ്ങനെ വന്ന് നേരെ മേലോട്ട് പോയി. ഇല്ലേ? ഇത് എക്സാക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം വേണമെങ്കിൽ എന്നെ പഴി പറയാൻ പറ്റുന്നവരോ ചീത്ത വിളിക്കാൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചീത്ത വിളിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ ഇതിന്റെ ആ ഒരു ഫോർമേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി, നിങ്ങളുടെ മനസ്സിൽ തിരുന്നാൽ മതി, ഇങ്ങനെയാണ് ഇത് വരുന്നത്. അല്ല, ഈ ഒരു സ്ട്രക്ചർ വരുമ്പം ഇതിന്റെ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ വരാനുള്ള ഒരു തുടക്കമാണ്, അല്ലെ ഇങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നിങ്ങളുടെ മനസ്സിലാക്കിയാൽ മാത്രം മതി. മനസ്സിലായി? അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പൊ എക്സാക്ട് നമ്മളിപ്പം അതിനകത്ത് കണ്ട പോലെ ഇങ്ങനെ 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 വരണം എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരിക്കലും വരാൻ ചാൻസ് വളരെ കുറവാണ്. കറക്റ്റ് ഇതുപോലെ വരാൻ പാടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഫോർമേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, അല്ലേ? അപ്പൊ ആ ഫോർമേഷൻ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു ട്രേഡ് എടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇതിൽ വേറെ നിങ്ങൾ കാണിക്കുക, ഇച്ചിരി എക്സൈറ്റഡ് ആയിട്ടുള്ള കാണിക്കുക. ഇതൊരു ഡബ്ല്യു പാറ്റേൺ, അത് പോട്ടെ. അതെ, ഇവിടെ നോക്ക്, ഇത് നോക്കിക്കേ. ഇവിടുന്ന് എക്സാക്ട് നമുക്ക് മനസ്സിലാവല്ലോ. ഇത് ഇങ്ങനെ വന്ന് താഴെ നിന്ന് വന്നൊരു മാർക്കറ്റ് മുകളിൽ ഇങ്ങനെ ഒരു ഇത് ഫോം ചെയ്ത് നേരെ താഴോട്ട് വന്ന് നേരെ ഇതാ നോക്ക്, കണ്ടോ? ഇവിടെ വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ ഇത് മേലോട്ട് പോയി. അപ്പൊ നമ്മുടെ ഓപ്പർച്യൂണിറ്റി എവിടെയാണ്? ഇവിടുന്ന് എവിടം വരെ ഓടിയുന്നു അവിടം വരെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടം വരെ കിട്ടും, ഷോർട്ട് ട്രേഡ്, അല്ലേ? ഇവിടെ നേരെ തിരിച്ചു വന്നു. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നമ്മളിത് മൊത്തം കൂടെ ഒന്നിച്ച് വീഴുകാൻ നിൽക്കില്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൈഡിലോട്ടുള്ള ട്രേഡാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത്. അല്ലാതെ മൊത്തത്തിൽ കൊലയോടെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഞാൻ ഒരു വീഡിയോ കേട്ടപ്പോൾ എനിക്കൊന്ന് PR സുന്ദറാണെന്ന് പറഞ്ഞത്, അതായത് ഹോപ്പ് ഈസ് ദ വേസ്റ്റ് എനിമി ഓഫ് എ ട്രേഡർ എന്ന് പറഞ്ഞത്. ഹോപ്പ് ഈസ് ദ വേസ്റ്റ് എനിമി ഓഫ് എ ട്രേഡർ. അതായത് പ്രതീക്ഷകളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കും, എന്തുവാ ഇനിയും കിട്ടും, ഇനി കുറച്ചുകൂടെ മുന്നോട്ടും. പക്ഷെങ്കിൽ അവസാനം കിട്ടിയ പ്രോഫിറ്റും പോകും, അവസാനം ലോസിൽ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എപ്പോഴും ഒരു ട്രേഡിന് ഇറങ്ങുമ്പോൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്തിട്ട് മാത്രം ഇറങ്ങും. ഇന്നത്തെ ട്രേഡ് 20 പോയിന്റാണ്, അല്ലെങ്കിൽ 20 പോയിന്റ് കണ്ണുകൊണ്ടാണ് SL വെക്കുന്നതെങ്കിൽ 20 പോയിന്റ് വരുമ്പോൾ അതിന് താഴെ ഞാൻ SL വെച്ചിട്ട് ട്രെയിൽ ചെയ്യും. അങ്ങനെ നമ്മൾ തീരുമാനം എടുത്തുകൊണ്ട് ട്രേഡിന് ഇറങ്ങാം. ഇതല്ലാതെ ഒക്കെ വരുന്നത് വെച്ച് കാണുന്ന ഒരു പ്ലാനും പദ്ധതി ഇല്ലാതെ ചുമ്മാ ട്രേഡിന് ഇറങ്ങിയിട്ട് അവസാനം ചിലപ്പോൾ രാവിലെ ഒരു 30-40 പോയിന്റ് കിട്ടി കാണും. ഓക്കെ, ഇനിയും മുമ്പോട്ട് മേലോട്ട് കയറി പോകുന്ന പറയും. അവസാനം നേരെ തിരിച്ച് ഒറ്റയടിക്ക് താഴോട്ട് വരും. കിട്ടിയതും പോവും, കയ്യിരുന്ന പൈസയും പോവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ പ്രതീക്ഷ കുറയ്ക്കണം. പറഞ്ഞില്ല, ഞാൻ എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്ന പോലെ ന്യായം മറക്കരുത്. ന്യായമായത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ട്രേഡ് അവസാനിപ്പിച്ചാൽ മാറി നിൽക്കണം. പിന്നെ നമുക്ക് അവസരങ്ങൾ വരുമല്ലോ. നമ്മുടെ കൈ മാർക്കറ്റ് ഇന്നും നാളെയും വർഷങ്ങളായിട്ട് മാർക്കറ്റ് ഇവിടെ ഉണ്ട്, നാളെയും മാർക്കറ്റ് ഇവിടെ കാണും. പക്ഷെങ്കിൽ നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിന്റെ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഈ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ വേണം ആദ്യം ചെയ്യാൻ. 10 പോയിന്റ് കിട്ടിയാൽ മതി എന്നേ, അല്ല 5 പോയിന്റ് കിട്ടിയാൽ മതി, അല്ലെ 15 പോയിന്റ് കിട്ടിയാൽ മതി. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 10% നിങ്ങൾ ഇറക്കുന്ന ക്യാപിറ്റലിന്റെ, നിങ്ങൾ ട്രേഡിന് ഉപയോഗിക്കുന്ന ക്യാപിറ്റലിന്റെ ഒരു ദിവസം 10% കിട്ടിയാൽ 10 ദിവസം കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഡബിൾ ആയില്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. 10% ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടിയാൽ 10% വെരി ഈസിയാണ്. നിങ്ങളിടുന്ന ക്യാപിറ്റൽ 10% കിട്ടാൻ ഒരു പാടുമില്ല. ഈ 10% കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡ് അവസാനിപ്പിച്ചിരുന്നത്. അങ്ങനെ 10 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ട ക്യാപിറ്റലിന്റെ ഡബിൾ ആയില്ലേ, ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് വരും, കൊള്ളാം, ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇങ്ങനെ ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻറ്റ് നമുക്ക് വരും. ആ കോൺഫിഡൻ്റ് ആണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം അങ്ങനെ കൊല്ലുന്നില്ല. അപ്പം ഇതാണ് പിന്നെ ഞാൻ നോക്കട്ടെ, വേറെ വരച്ചിട്ടൊന്നും അറിയത്തില്ല. ഞാൻ കുറെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് നോക്ക്. ഇത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. നോക്കിയേ, ഇവിടുന്ന് മേളിയും താഴോട്ട് കയറി ഒരു മാർക്കറ്റ്, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നു. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു ഷോൾഡർ വന്നു, പിന്നെ നേരെ മേലോട്ട് പോയി, നേരെ തിരിച്ച്, കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ഫോർമേഷൻസ് ഞാൻ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയം അങ്ങ് പോകും, അതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ചെറിയൊരു ചാർട്ടിനകത്തിൽ 5 മിനിറ്റിനകത്തിലോ 3 മിനിറ്റിനകത്തിലോ നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യുന്നത്, ആ ടൈം ഫ്രെയിമിൽ നിങ്ങൾ എന്ത് ചെയ്യണം,
ഇത് കണ്ടെത്താൻ ഇങ്ങനെയുള്ള പാറ്റേൺസ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്താൻ പഠിക്കണം. അങ്ങനെ കണ്ടെത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ചെയ്യും. ഇത് നോക്കിക്കേ, ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ. ഇത് നോക്കിയേ, ഇവിടെ സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ ഇതാ ഇങ്ങനെ വന്നു, ഇവിടുന്ന് മേലോട്ട് പോയി നേരെ വന്ന് താഴോട്ട് വന്നു, നേരെ ഒരു ഫോളാ. ഈ മേലോട്ട് പോയിട്ട്, പക്ഷെ ഈ ഒരു ട്രേഡ് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. കാരണം നമുക്ക് ഇവിടുന്ന് മേലോട്ട് പോയി നമ്മുടെ ഇതും ഹിറ്റ് ചെയ്ത് മേലോട്ട് പോയി. ഏതാ ഈ ഷോൾഡറിന്റെ മണ്ട കട്ട് ചെയ്ത് മേലോട്ട് പോയി. അവിടെ നമുക്ക് രണ്ട് മൂന്ന് ക്യാൻഡിലുമാണ്. നമുക്ക് ഇതൊക്കെ ഇവിടെ മനോധർമ്മമാണ്, മനസ്സിലായില്ലേ? ഈ ഫോർമേഷൻ നമ്മൾ ആകുന്നത് നോക്കി, അതിന്റെ സ്റ്റൈല് നോക്കി വേണം നമ്മളൊരു ട്രേഡ് എടുക്കാൻ. ഇപ്പൊ അല്ലാതെ നമ്മൾ ഇത് വരും നോക്കി ഇരുന്ന് കഴിഞ്ഞ് ചിലപ്പോൾ വരണം നിർബന്ധമൊന്നുമില്ല. അപ്പം ചിലപ്പോൾ ഇത് ഫേക്ക് ആയിട്ട് വരും. ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മളെ റീറ്റെയിലേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി ഫേക്ക് ആയിട്ട് ഇങ്ങനെ ഒരു ക്രിയേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് FAs DAs ചെയ്യും. അവർക്ക് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, മനസ്സിലായി? അവർക്ക് എന്ത് വേണം ചെയ്യാൻ പറ്റും. നമ്മൾ അവരുടെ മുന്നിലൊക്കെ ചെയ്യാൻ പാറ്റുകളാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വെരി മിനിമൽ പ്രോഫിറ്റ് എടുത്ത് നമ്മൾ മാറി നിൽക്കാം. നമുക്ക് കിട്ടുന്ന 10, 20, 30 പോയിന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് മാറിയിട്ട് അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഇതിവിടെ നോക്കി, ഇവിടെ നമുക്ക് ഈ ട്രേഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് കിട്ടി, ഇല്ലേ? ഞാൻ എപ്പോഴും റിജക്ഷൻ ക്യാൻഡലിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നത്. കാണാത്തവർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് ഇത്രയും ഒരു ക്യാപ്ചർ. ഓക്കെ, ഇവിടുന്ന് താഴെ ഇത് എനിക്കൊന്ന് പിറ്റേ ഒരു ദിവസം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, അല്ലേ? ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നതിന് ശേഷം അപ്പൊ ഇത് ഇവിടം വരെ ഉള്ളു. അന്നത്തെ ദിവസം ട്രേഡ് തീർന്നു. ഓക്കെ, അപ്പം അങ്ങനെ മോളിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, അത് വിടത് പോട്ടെ. ഇത് നോക്കി, ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ റിജക്ഷൻ ക്യാൻഡിൽ ഇവിടുന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ വന്നതിന് ശേഷം 3 ക്യാൻഡിൽ ഗ്യാപ് ഡൗൺ വന്നു. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു, ഒരു ബേസ് ഫോമായി ഇവിടെ, ശരിയല്ലേ? ഒരു ബേസ് ഫോമായി. അപ്പം ഈ ക്യാൻഡിൽ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി, ഇല്ലേ? അപ്പോൾ 3 റെഡ് ക്യാൻഡിൽ വീണു. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പം നമ്മുടെ പ്രതീക്ഷ എന്താ? വീണ്ടും ഒരു റെഡ് ക്യാൻഡിലൂടെ വീണെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ അതിന് പകരമായിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എന്ത് ചെയ്തു? ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയത്. വിക്കോടുകൂടെ സെല്ലിംഗ് പ്രഷർ വന്നെങ്കിൽ ഇവിടെ ബയേഴ്സ് ആക്റ്റീവ് ആയതുകൊണ്ട് അത് മാർക്കറ്റിനെ തിരിച്ചു കയറ്റി ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിനർത്ഥം ഇവിടെ ഒരു ബൈങ് വന്നുള്ളതാണ്, അല്ലേ? അതിനുശേഷം നോക്കിക്കേ, ഒരു ഇൻഡിസിഷണൽ ക്യാൻഡിലാണ്. എങ്ങോട്ട് പോകുമെന്ന് മാർക്കറ്റിന് നിശ്ചയമില്ലാതെ നിൽക്കുന്ന സമയമാണ്, മനസ്സിലല്ലേ? അപ്പൊ നമ്മൾ ഇവിടെയും വെയിറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കണം, ഈ വിക്കായിരിക്കണം. സെക്കൻഡ് ക്യാൻഡിൽ നമ്മളിപ്പോ ഈ ക്യാൻഡിൽ കണ്ടുകൊണ്ട് സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത്, അല്ലേ? ഈ സെക്കൻഡ് ക്യാൻഡിൽ പക്ഷേ ഇൻഡിസിഷണൽ ക്യാൻഡിൽ, എങ്ങോട്ട് മാർക്കറ്റ് പോകുന്ന പിടുത്തമില്ല. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. മൂന്നാമത്തെ ക്യാൻഡിൽ ഒരു സൂപ്പർ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തു. നോക്കിയേ, ഇതാണ് നമ്മുടെ SL. നമുക്ക് SL പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടി 10 പോയിന്റ് കൂടുതൽ SL ഇല്ല. പക്ഷെ നമ്മൾ എന്തുമാത്രം ക്യാപ്ചർ ചെയ്ത് വിടുന്നത് നോക്കിക്കേ, ഇത്രയും നമ്മൾ ക്യാപ്ചർ ചെയ്തു. ഇതാണ്, ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കിട്ടണം, മനസ്സിലായോ? ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ കിട്ടണം. ആ ഓപ്പർച്യൂണിറ്റി വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എങ്ങനെ ട്രെയിൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മളിവിടെ ട്രേഡ് എടുത്തു, ഇല്ലേ? ട്രേഡ് എടുത്ത് ഇത് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ കൊണ്ട് നമുക്ക് ഇവിടെയും കിട്ടി. അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ നേരെ മേലോട്ട് കയറ്റി വെക്കണം. ഒന്നുകിൽ നമ്മുടെ ബൈ പ്രൈസിൽ കൊണ്ടുവെക്കണം. അപ്പോൾ ഇതിപ്പോൾ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ടേക്കാണ്. നമ്മളിപ്പോൾ ഇവിടെ ആക്ച്വലി പോയിന്റിനേക്കാൾ നല്ലത് എപ്പോഴും നമ്മളൊരു ക്യാൻഡിൽ കണ്ടെത്തി അതിന്റെ സപ്പോർട്ടിൽ വേണം നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്തു? അത് ഇവിടെ വെച്ചു, അല്ലേ? ഈ പോയിന്റ് വെച്ച് ട്രേഡ് കിട്ടും. ഇത് ഏകദേശം നമ്മുടെ ചിലപ്പോൾ 5 പോയിന്റ് ആയിരിക്കും നമുക്ക് സ്റ്റോപ്പ് ലോസ് നഷ്ടം. പക്ഷെ ഇത്രയും ക്യാൻഡിൽ കിട്ടുകൊണ്ട് പോയി. പിന്നെ അതൊരു ക്യാൻഡിൽ നോക്കി നടുക്ക് വരാനുള്ള വീണ്ടും ഒരു ക്യാൻഡിൽ ഫോമായി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ക്യാൻഡിൽ ഫോമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഗ്രീൻ ക്യാൻഡിൽ താഴെ കൊണ്ടുവെക്കണം. എപ്പോഴെങ്കിലും ഈ ക്യാൻഡിൽ ഇത് SL അടിച്ചിട്ടുണ്ടോ? ഇല്ല, ഇവിടം വരെ വന്നിട്ടുള്ളൂ, ശരിയല്ലേ? അത് ക്രോസ് ചെയ്തിട്ടില്ല. പിന്നെ മാർക്കറ്റ് വീണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വലിയ ക്യാൻഡിലിനെ താഴെ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പോയിന്റ്, ഏകദേശം ഇതൊരു 100 പോയിന്റ് കിട്ടും. ഒരു 80 പോയിന്റോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. ആദ്യം നിങ്ങൾ ചാർട്ടിനകത്തിൽ എക്സ്പീരിയൻസ് ആകണം. നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. കുറേ നാൾ നോക്കിയിരുന്ന് ഇതിൻ്റെ ഫോർമേഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വേണം നമുക്ക് ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ ക്ലാസ് ഒത്തിരി കൂടുതലായി സമയം ഒത്തിരി പോയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത ആ പാറ്റേൺസിൻ്റെ റിയാലിറ്റി നമ്മൾ ചാർട്ടിനകത്ത് കണ്ടു. ഓക്കെ, നിങ്ങൾ ഇനി ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം ഓക്കെ, കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പഴയ കണ്ടിട്ട് മാത്രമേ ഇത് കാണാവൂ, അല്ലാതെ ഇത് കണ്ടിട്ട് യാതൊരു പ്രയോജനമില്ല. കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക,
എനിക്ക് പിന്നെ അത് നിങ്ങൾ ഇതിന് എത്രമാത്രം നിങ്ങൾ ഇത് കാണുന്നു അല്ല ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത ഒരു ക്ലാസ് ഇന്ന് പാർട്ടായിട്ട് വെക്കാം. ഈ മിക്കവാറും ഒരു 6-7 പാർട്ടായിട്ട് മിക്കവാറും പോകും. ഓരോ നമുക്ക് പഠിക്കാൻ ഓരോന്നോരോന്നായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല, തലയ്ക്ക് ഭ്രാന്താവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾ കുറച്ച് കുറച്ച് ഒരു 1-2 പാറ്റേൺസ് വെച്ച് ഓരോ ക്ലാസ്സിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാലിറ്റി നമ്മുടെ ചാർട്ടിനകത്ത് കണ്ട് പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ റെസ്പോണ്ട് പോലിരിക്കും. നിങ്ങൾക്ക് ഇത് റെസ്പോണ്ട് ചെയ്യുവാണ്, ഇത് വേണം, ഇനി കണ്ടിന്യൂഷൻ ആവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കണ്ടവർക്കും കാണാൻ പോകുന്നവർക്കും പ്രോഫിറ്റ് എടുക്കാൻ പോകുന്നവർക്കും ഈ ട്രേഡ് ചെയ്യാൻ പോകുന്നവർക്കും എല്ലാം ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.